ഹായ് ഓൾ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുകെയിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ബ്രോ എങ്ങനെയാണ് നമ്മൾ ഈ ട്രക്ക് ലൈസൻസ് എടുക്കുന്നത്, പിന്നെ അതിൻ്റെ ഫുൾ പ്രൊസീജിയർ ഒരു വീഡിയോ ആക്കി ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ പിന്നെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്താലെന്താ എന്നിങ്ങനെ മനസ്സിലൊരു ചിന്ത വരികയും, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു 100% ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ലെങ്തി വീഡിയോ ആയി പോയേക്കാം. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ യുകെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോയിൽ വരുന്നത്. ഞാനത് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ എല്ലാം പറഞ്ഞു പോവും. പിന്നെ വരുന്ന പാർട്ടെല്ലാം നമ്മൾ വണ്ടി ഉണ്ടെങ്കിലേ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ യുകെയിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ എന്താണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം പല രാജ്യങ്ങളിലും, യൂറോപ്പിലായിരുന്നാലും യുകെയിലായിരുന്നാലും, ആദ്യം നമ്മൾ കാർ ലൈസൻസ് എടുത്ത ശേഷം മാത്രമേ നമുക്ക് ബസ്സായിരുന്നാലും ട്രക്കായിരുന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ബസ്സോ പിന്നെ അല്ലെങ്കിൽ ട്രക്കോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ UAEയിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ബസ് അല്ലെങ്കിൽ ട്രക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ എടുത്ത സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ യൂറോപ്പിലും യുകെയിലൊന്നും പറ്റില്ല. ആദ്യം നമ്മൾ കാറിൻ്റെ ലൈസൻസ് എടുക്കണം. പിന്നെ ഒരുപാട് റൂമറുകൾ കറങ്ങി നടക്കുന്നുണ്ട്. അതായത് ട്രക്ക് ലൈസൻസ് എടുക്കാനായിട്ട് 21 വയസ്സാവണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു ലൈസൻസ് എടുത്ത ശേഷം 1 വർഷം കഴിഞ്ഞേ പറ്റുള്ളൂ കാർ ലൈസൻസ് എടുത്താൽ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ഈ ട്രക്ക് ലൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പം യുകെയിൽ ഒരു ട്രക്ക് ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരു സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ട്രക്ക് ലൈസൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലാസ് 1, ക്ലാസ് 2 എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ലൈസൻസ് എടുക്കാനായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിക്കുമ്പോൾ, അപ്പോൾ അവരാദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും ക്ലാസ് 2 ആണോ ക്ലാസ് 1 ആണോ എന്ന് ചോദിക്കും. ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിംഗിൾ ചേസ് ട്രക്കുകളില്ലേ, അതായത് റീജ്ഡ് ട്രക്കുകളെന്ന് പറയും. അതായത് നമ്മുടെ യൂണിറ്റും തലയും വാലുമായിട്ട് സെപ്പറേറ്റ് തിരിക്കാതെ ഒരുമിച്ചുള്ള വണ്ടികൾ. ഓക്കെ. 18 ടണ്ണ്, അതുപോലെ 24 ടണ്ണിൻ്റെയൊക്കെ അങ്ങനത്തെ വണ്ടികളാണ് ഈ റീജ്ഡ് ട്രക്സ് എന്ന് പറയുന്നത്. 7.5 ടണ്ണേജിന് മുകളിലുള്ള വണ്ടികൾ. അപ്പോൾ അതിനെ നമ്മൾ ക്ലാസ് 2 എന്ന് പറയും. അപ്പോൾ ഈ ക്ലാസ് 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഈ ക്ലാസ് 1ൻ്റെ ബാക്കി തിയറി പ്രൊസീജിയറുകളെല്ലാം സെയിം ആണ്. നമ്മൾ പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ക്ലാസ് 1ൻ്റെത് കൊടുക്കാതിരിക്കുന്നുള്ളൂ. ക്ലാസ് 1 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക്, അതായത് ഈ ട്രെയിലർ വിത്ത് ട്രക്ക്, അതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് താഴോട്ടുള്ള എല്ലാ വണ്ടികളും നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്ലാസ് 1 എടുക്കുക എന്നാണ്. ഓക്കെ. ചിലർക്ക് ക്ലാസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എത്ര വലിയ ബസ്സും അല്ലെങ്കിൽ നാഷണൽ പെർമിറ്റ് ലോറിയും അല്ലെങ്കിൽ എത്ര വലിയ വണ്ടികൾ ഓടിച്ചായിരുന്നാലും ഈ ട്രക്കും ട്രെയിലറും ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് റിവേഴ്സിങ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുത്ത് അതിൻ്റെ ഒരു നേക്ക് മനസ്സിലായാലേ നമുക്ക് ആ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് റെഡിയാവും, അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വരുന്നത് ക്ലാസ് 1 ലൈസൻസ് എടുക്കുന്ന കാര്യം. ക്ലാസ് 2ഉം ക്ലാസ് 1ഉം. ക്ലാസ് 1 ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ക്ലാസ് 1 എടുത്താൽ അതിന് താഴോട്ടുള്ള എല്ലാം നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ എത്ര സ്റ്റേജ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ കടമ്പകൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേയൊക്കെ വന്നിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം നമ്മളൊരു സ്ഥലത്ത് വന്ന ഉടനെ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത് ശരിയല്ല. ആ സ്ഥലത്തെ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ യുകെയിൽ കാർ ലൈസൻസ് എടുത്തിരിക്കണം. ഓക്കെ. അപ്പോൾ കാറ് മാനുവൽ ലൈസൻസ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല. കാര്യം നമ്മൾ ഈ ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് മാനുവൽ ലൈസൻസ് ആണെങ്കിൽ നമ്മൾ ട്രക്കിൻ്റെത് ഓട്ടോമാറ്റിക് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മാനുവൽ ലൈസൻസ് ഉള്ള കാർ ലൈസൻസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ മാനുവൽ ട്രക്കുകളും ഓടിക്കാൻ പറ്റും. അതായത് ഓടിക്കുമ്പോൾ പ്രോപ്പർ ട്രെയിനിങ് എടുത്ത് ഓടിക്കണമെന്നുള്ളേ ഉള്ളൂ കമ്പനിയിൽ നിന്ന്. നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് ലൈസൻസ് ആണെങ്കിലും ഓടിക്കാൻ പറ്റും, അത് പ്രശ്നമില്ല. പക്ഷേ കാർ ലൈസൻസ് മാനുവൽ ആയിരിക്കണം. ഇനി കാർ ലൈസൻസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾ ട്രക്ക് ലൈസൻസ് എടുത്താലും
മാനുവൽ ട്രക്കുകൾ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതാണ് റൂള്. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ക്രൈറ്റീരിയ കാർ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. കാർ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. കാർ ലൈസൻസ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിന് വേണ്ട കടമ്പകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ ഈ കാറിൻ്റെ ലൈസൻസ് UK എടുക്കുമ്പം നമുക്കൊരു പ്രൊവിഷണൽ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസാണ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അതുപോലെ കാറിൻ്റെ എടുത്ത പോലെ തന്നെ നമ്മൾ കാർ ലൈസൻസ് ഓൾറെഡി ഉണ്ടല്ലോ UK. അപ്പോൾ നമുക്കിനി ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രക്കിൻ്റെ പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു D2 D4 എന്ന് പറയുന്ന ഒരു ഫോം, അത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള UK നിങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള മെയിൻ പോസ്റ്റ് ഓഫീസ്, വലിയ പോസ്റ്റ് ഓഫീസ്, വലിയ പോസ്റ്റ് ഓഫീസിലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് D2 D4 ഫോം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരും. അത് ഇതുപോലൊരു പേക്കായിരിക്കും. വേണ്ട, ഇതുപോലൊരു പേക്കായിരിക്കും. പിന്നെ ഈ D2 D4 ഫോം നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫോം പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ പേക്ക് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും കിട്ടില്ല. ഇത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. ഓക്കെ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇത് കാണും. പിന്നെ ഇതാണ് ഈ D4 ഫോം എന്ന് പറയുന്നത്. ഇതാണ്. പിന്നെ അതിൻ്റെ മറ്റ് ഗൈഡ് ലൈൻസ് പേപ്പറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് D2 ഫോം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ D4 ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാർ ലൈസൻസൊക്കെ എന്താ പറയുക, ഇത് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള പേപ്പറാണ്. അപ്പോൾ ഈ D4 ഫോം നമ്മൾ ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ താമസിക്കുന്ന പോസ്റ്റ് കോഡിനടുത്തുള്ള പിന്നെ മെഡിക്കൽ എടുക്കുന്ന ഡോക്ടേഴ്സ്, അത് GP അവരെയൊന്നും നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് എടുക്കാമെന്നുള്ളൂ. വലിയ കാശൊന്നും ആവില്ല. ഒരു 49-50 പൗണ്ടൊക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ ട്രക്ക് മെഡിക്കൽ പിന്നെ എക്സാം നമ്മൾ മെഡിക്കൽ എടുക്കുന്ന എവിടെയാണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള പിന്നെ സെൻറ്ററുകൾ കാണിക്കും. അവരെ ജസ്റ്റ് കോൾ ചെയ്യുക. അവരെ കോൾ ചെയ്തിട്ട് പിന്നെ അവർ പറഞ്ഞ ടൈമിൽ അവിടെ ചെല്ലുക. അപ്പോൾ ഒരുപക്ഷെ അവർ നിങ്ങളുടെ മെഡിക്കൽ സമ്മറി റെക്കോർഡ് എടുക്കാൻ പറയും. അതായത് നിങ്ങൾ ഇവിടുത്തെ GPയുടെ മെഡിക്കൽ സമ്മറി സമ്മറി റെക്കോർഡ് മാത്രം മതി, ഫുൾ റെക്കോർഡല്ല. ചിലപ്പോൾ അവർ ചോദിക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പം ഈ മെഡിക്കൽ എന്ന് പറയുമ്പോൾ പല മെഡിക്കൽ സെൻറ്ററുകളും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് ഡെർബിയിലാണ്. ഞാൻ എടുത്ത ഡോക്ടറുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ തരാം. നല്ല ഡോക്ടറാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ തരാം. പക്ഷേ ഒരുപാട് ദൂരെ UK പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിൽ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കോൺടാക്ട് ചെയ്ത് അവർ പ്രിഫർ ചെയ്യുന്ന മെഡിക്കൽ സെൻറ്ററുകളിൽ ചെല്ലുക. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മെഡിക്കൽ എക്സാം എന്ന് പറയുന്ന ഒന്നുമില്ല. അവിടെ നമ്മുടെ സമ്മറി റെക്കോർഡിൽ തന്നെ നമുക്കിപ്പോൾ ഷുഗർ, BP, കൊളസ്ട്രോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ആ റെക്കോർഡിനകത്ത് അത് ഉണ്ടാവും. ഓക്കെ. ഇല്ലാത്ത പക്ഷം നമ്മൾ നേരെ അവിടെ ചെല്ലുക. ആ പേപ്പർ അവരെ കാണിക്കുക. അവർ ജസ്റ്റ് നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ഐ ടെസ്റ്റ് നടത്തും. ഐ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഈ ഒരു റൂമിൻ്റെ ഒരു 10 അല്ലെങ്കിൽ 12 റൂമിൻ്റെയൊക്കെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നിന്നിട്ട് മറ്റൊരു സൈഡിൽ ചെറിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും വെച്ചിട്ട് നമ്മൾ ഒരു കണ്ണടച്ചിട്ട് അവർ വായിപ്പിക്കും. റീഡ് ചെയ്യാൻ പറയും. മറ്റേ കണ്ണടച്ചിട്ട് റീഡ് ചെയ്യാൻ പറയും. കളർ ബ്ലൈൻഡ്നെസ് ചെക്കൊന്നും എനിക്കില്ലായിരുന്നു. ചില സെൻറ്ററുകളിൽ അതൊക്കെ ചെയ്യും. അത് ഞാൻ പറഞ്ഞല്ലോ, പല മെഡിക്കൽ സെൻറ്ററുകളും പല രീതിയിലായിരിക്കും നടത്തുന്നത്. ചില സെൻറ്ററുകൾ നിങ്ങളെ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ GP റെക്കോർഡ് എടുക്കുന്ന സെൻറ്ററുകളൊന്നും മിക്കവാറും ബ്ലഡ് പ്രഷറും ബാക്കി കാര്യങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഐ ടെസ്റ്റ് മാത്രം, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അവർ ചോദിക്കും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ലാസ്റ്റ് ഇത്ര മന്തുകളിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അവരപ്പം നമുക്ക് നമുക്ക് മെഡിക്കൽ റിപ്പോർട്ട് D4 ഫോം ഫില്ല് ചെയ്ത് GPയുടെ GP അല്ല, ക്ഷമിക്കുക, നമ്മൾ മെഡിക്കൽ എടുക്കാൻ പോയ ഡോക്ടർ നമുക്ക് സൈൻ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ട്രക്ക് ലൈസൻസിൻ്റെ പ്രൊവിഷനിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക, ഞാൻ ട്രക്കിൻ്റെതും ബസ്സിൻ്റെതും എടുക്കാൻ പോവുകയാണെന്ന് പറയുക. അപ്പം ഡോക്ടർ എന്ത് ചെയ്യും, കാറ്റഗറി എഴുതുമ്പോൾ നമുക്ക് CE ട്രക്കിൻ്റെതും എഴുതും, ബസ്സിൻ്റെതും എഴുതും. ഓക്കെ. അപ്പോൾ അത് രണ്ടും എഴുതിയ ശേഷം നമുക്ക് തരും. അപ്പം നമ്മളിത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമ്പ എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ വന്ന ശേഷം ഈ ഞാൻ ആദ്യം കാണിച്ച D2 ഫോം, ഈ D2 ഫോം നമ്മൾ എടുക്കുക. ഈ D2 ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. D2 ഫോം എങ്ങനെ ഫില്ല് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എല്ലാവർക്കും സിമ്പിളാണ്.
അത് ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതൊക്കെ കാറ്റഗറിയാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുക. അതിനകത്ത് ബസ്, പാസഞ്ചർ കോച്ചും അതുപോലെ നമ്മുടെ ഗുഡ്സ് വെഹിക്കിൾ, പിന്നെ ട്രക്കും. ഓക്കെ, അത് രണ്ടും നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് നമ്മുടെ പിന്നെ BRP വയ്ക്കണമായിരുന്നു. ഇപ്പം BRP ഇപ്പം ഇല്ല. ഓക്കെ, അപ്പോൾ BRP മിക്കവാറും വേണ്ടി വരില്ല. അപ്പം നമ്മൾ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ BRP വയ്ക്കുക. അതും ഈ 2 D2 D4 ഫോമും പിന്നെ നിങ്ങളുടെ നിലവിലെ കറണ്ട് ലൈസൻസ്. ഓക്കെ, കറണ്ട് ലൈസൻസ് അതും കൂടി വച്ചിട്ട് നിങ്ങൾ നേരെ ഇത് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇതിൽ അയക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സാധനം പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങൾക്ക് വേറൊരു പോസ്റ്റ് ഇങ്ങോട്ടേക്ക് കിട്ടും. അത് പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. അതിലൊരു എന്താ പറയുക, അപ്പോൾ ഈ തിരിച്ച് കിട്ടുന്ന നിങ്ങളുടെ പേപ്പറിനകത്ത് നിങ്ങളുടെ ഇതേ സെയിം ലൈസൻസ് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന പോലുള്ള പ്രൊവിഷണൽ ലൈസൻസ് വരില്ല. നമ്മുടെ കാർ ലൈസൻസിനകത്ത് തന്നെ ഈ നമ്മുടെ ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും പ്രൊവിഷണൽ ലൈസൻസ് ആഡായി വരും. അതിൻ്റെ പേപ്പർ അതിലുണ്ടാവും. നമുക്ക് ആ ലിങ്കിൽ കയറി ചെക്ക് ചെയ്താൽ നമുക്ക് പ്രൊവിഷണൽ അതിനകത്ത് നമ്മുടെ കാർ ലൈസൻസിനകത്ത് ആഡായത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 തിയറി ടെസ്റ്റുകളും 3 പ്രാക്ടിക്കൽ ടെസ്റ്റുകളുമാണ് നമുക്കുള്ളത് ട്രക്ക് ലൈസൻസിന്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു HGV എന്നാണ് നമ്മളിവിടെ പറയുന്നത്. HGV പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസ്. ഓക്കെ, പിന്നെ അതിനകത്ത് ലാർജ് ഗുഡ്സ് വെഹിക്കിളും ഉണ്ട്, LGV, അങ്ങനെ കുറച്ചും കൂടെയൊക്കെ മാറും. അപ്പോൾ നമ്മൾ ഈ ലൈസൻസ് ഇത് പഠിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഞാൻ പഠിക്കാനെടുത്ത ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണിക്കാം. DVLIയുടെ തന്നെ അല്ലെങ്കിൽ DVSIയുടെ അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, 12 പൗണ്ടോ എന്തോ ആണ്. നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളെല്ലാം ഉണ്ടാവും. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ലെസൺസ് എല്ലാം, ഇപ്പോൾ യൂറോപ്പിലെന്ന് പറയുമ്പം ഓരോ കാറ്റഗറിക്കും 24 ലെസൺസ് ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. ഞാൻ യൂറോപ്പിൽ ലൈസൻസ് എടുക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പേ ഇട്ടിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞുകൊണ്ടുള്ളൊരു ഫുൾ വീഡിയോ ആണ്. അതിലെനിക്ക് ചാനൽ സ്ട്രൈക്കും കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ഇതാണ്. അവരുടെ തന്നെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഒരു പക്ഷേ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എല്ലാം ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ആ ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ചെയ്യുമ്പോൾ അതിൽ CPC കേസ് സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം അതും കൂടി ഉള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. കാര്യം നമുക്ക് ഈ പറഞ്ഞ തിയറിയിൽ നമുക്ക് CPC കേസ് സ്റ്റഡി, അതായത് യൂറോപ്പിൽ നമ്മൾ കോഡ് 95, ഇപ്പം സ്പെയിനിൽ ക്യാബ് എന്നൊക്കെ പറയും പോലെ പ്രൊഫഷണൽ പിന്നെ ഡ്രൈവർ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഡ്രൈവർ കാർഡ് എന്ന് പറയുന്ന ആ CPC എന്ന് പറയുന്ന അതിൻ്റെ ഒരു പിന്നെ പഠിക്കുന്നതും കൂടെ ഉള്ള ആപ്പായിരിക്കണം. ഇതേ 2 ആപ്പുണ്ട്. ഒന്നിൽ CPC ഇല്ല, മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമേ ഉള്ളൂ തിയറി. അപ്പോൾ CPCയും കൂടെ ഉള്ള ആപ്പ് നിങ്ങൾ നോക്കി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡ് ആയി കിടക്കണ എല്ലാം അൺലോക്ക്ഡ് ആവും. എന്നിട്ട് നിങ്ങൾ ഓരോ ലെസണും ആദ്യം, അപ്പം നമ്മൾ ഓരോ ലെസണും വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, അപ്പോൾ ഇനിയിപ്പം പറയാൻ പോണ ശ്രദ്ധിക്കുക. നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തിയറി ടെസ്റ്റുകളാണ്. അതിൽ ആദ്യത്തെ തിയറി ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയും. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ 100 മാർക്കിൽ 84 മാർക്ക് വേണം നിങ്ങൾ പാസ്സാവാനായിട്ട്. 100ൽ 84 മാർക്ക് വേണം നിങ്ങൾ പാസ്സാവാനായിട്ട്. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എക്സാമുകളൊക്കെ ഒന്നും അധികം പഠിച്ചിട്ടില്ല. തലേ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. കാര്യം നമ്മൾ യൂറോപ്പിൽ പഠിച്ച സെയിം സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് തിയറിയിൽ വരുന്നത് 3 സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ മൾട്ടിപ്പിൾ ചോയ്സ്, അത് 100 മാർക്കിൽ പിന്നെ 84 മാർക്ക് വാങ്ങിച്ചാലേ പാസ്സാവുള്ളൂ. അതായത് ലാർജ് വെഹിക്കിൾ ടെസ്റ്റ് ഓഫ് ഡ്രൈവിംഗ് തിയറി, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, അതാണ് ഇതിൻ്റെ സംഭവം. മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് മാർക്ക്. ഓക്കെ, 85 ആണ് വേണ്ടത് കേട്ടോ. പാസ് മാർക്ക് 85 ആണ് നമുക്ക് വേണ്ടത് 100ൽ. അതിനകത്ത്
ഞാൻ പറഞ്ഞില്ല ഓരോ സെക്ഷനായിട്ടുണ്ടാവും. വെഹിക്കിൾ ലോഡിങ്, റെസ്ട്രിക്റ്റഡ് വ്യൂ, ദി റോഡ്, ദി ഡ്രൈവർ, വെഹിക്കിൾ കണ്ടീഷൻ, ആക്സിഡൻറ്റ് ഹാൻഡ്ലിങ്, ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും പാസ്സാവുന്ന സമയത്ത്. അപ്പോൾ ഇതിനകത്ത് വൺസ് ഒരു തവണ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്കിൻ്റെ ലിസ്റ്റ് കിട്ടുമ്പോൾ ഇതിനകത്ത് ഏത് സെക്ഷനാണ് നിങ്ങൾ ഫെയിലായത് എന്ന് നിങ്ങൾ നോക്കണം. ഏത് സെക്ഷനാണ് നിങ്ങൾ പിന്നെ ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എറേഴ്സ്, തെറ്റുകൾ കൂടുതലൊന്നും നോക്കാൻ പറ്റും. ഇപ്പം വെഹിക്കിൾ കണ്ടീഷനാണോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആണോ. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ അടുത്ത പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയ പിന്നെ സെക്ഷൻ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് വായിക്കുക. ഞാൻ ഈ ഓരോ സെക്ഷനുകളും പഠിക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ഇടാം. ഇപ്പം ഞാൻ അത് പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ നമുക്ക് കടക്കേണ്ട ആദ്യത്തെ കടമ്പ CPC മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയും. മൾട്ടിപ്പിൾ ചോയ്സ് 100-ൽ 85 മാർക്ക് വേണം പാസ്സാവാൻ. രണ്ടാമത് ഉള്ളത് ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറയും. നമ്മൾ UK കാർ ലൈസൻസ് എടുക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സും ഹസാർഡ് പ്രിപ്പറേഷനും കൂടി ഒറ്റ ദിവസത്തെ ടെസ്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ എന്ന് പറയും. ആ ഒരു എക്സാമും ആ ഒരു ടെസ്റ്റും നമുക്ക് നടക്കുന്നത് 100-ലാണ്. ഓക്കെ, 100-ൽ നമുക്ക് പാസ് പിന്നെ ആവാൻ വേണ്ടത് 67 മാർക്കാണ് നമുക്ക് വേണ്ടത്. ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോസിൽ ടെസ്റ്റിൽ 100-ൽ 67 മാർക്ക് വേണം നമുക്ക് പാസ്സാവാനായിട്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ കാർ ലൈസൻസ് എടുത്തത് കണക്ക് തന്നെയാണ് ആ ഹസാർഡ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന നമ്മളാണ് എന്ന് കണക്കാക്കി നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആ ഓരോ ക്വസ്റ്റ്യനും. അതിനകത്ത് നമ്മൾ കറക്റ്റ് നമുക്ക് നേരെ ഒരു കുട്ടി എടുത്ത് ചാടുക, അല്ലെങ്കിൽ ഒരു ബോൾ വന്ന് വീഴുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഒരു വണ്ടി വരുമ്പോൾ റോഡ് നാരോ ആവുക. അവിടെ എവിടെയാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ഹസാർഡ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ മാർക്ക് ചെയ്താൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 5 മാർക്കാണ് കറക്റ്റ് പോയിൻ്റ് ആണെങ്കിൽ. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ അത് 4 മാർക്ക് 3 മാർക്ക് അങ്ങനെ കുറയും. ഓക്കെ, അത് നമ്മൾ ആ വീഡിയോ ഹസാർഡ് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആ വണ്ടി ഓടിക്കുന്നത് നമ്മളാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദൂരം നിന്നൊരു വണ്ടി വരുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് തവണ ടക്ക് 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 ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗ്യാപ്പിട്ട് ആ ഒരു കറക്റ്റ് ഡേഞ്ചർ എന്ന് തോന്നുന്ന ചിലപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ 2, 3, 4 ഹസാർഡുകൾ ഉണ്ടാവും. അതിൽ ഏതാണ് അവരുദ്ദേശിക്കുന്ന കറക്റ്റ് ഡേഞ്ചർ അല്ലെങ്കിൽ ഡേഞ്ചറായിട്ടുള്ള ഹസാർഡ്. ഓക്കെ, അതിനകത്ത് ഹൈലി റിസ്ക് ഹസാർഡും ഉണ്ടാവും, നോർമൽ റിസ്ക് ഹസാർഡും ഉണ്ടാവും. അത് നമ്മൾ ഹൈലി റിസ്ക് ഹസാർഡാണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ഇപ്പോൾ 5, 4, 5, 6 ക്ലിക്കിന് മുകളിലായി കഴിഞ്ഞാൽ അത് അസാധുവായി പോകും. പിന്നെ നമുക്ക് ആ മാർക്കിന് ഒന്നും കിട്ടില്ല ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ അതാണ് ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തിയറി ടെസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ, മൾട്ടിപ്പിൾ ചോയ്സ് വീഡിയോ, ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ. ഇനി അടുത്തത് മൂന്നാമത്തെ തിയറി ടെസ്റ്റാണ് CPC കേസ് സ്റ്റഡി മോഡ്യൂള് 2A എന്ന് പറയും. CPC കേസ് സ്റ്റഡി മോഡ്യൂള് 2A എന്ന് പറയും. ഓക്കെ, അതിൻ്റെത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. CPC കേസ് സ്റ്റഡി ഇതാണ് നമ്മുടെ CPC കേസ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഇത് LGV ഡ്രൈവർ CPC കേസ് സ്റ്റഡി. ഇത് നമ്മൾ ഇതിലൊറ്റ തിയറിയേ ഉള്ളൂ. അപ്പോൾ തിയറിയിൽ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ്, രണ്ടാമത് ഹസാർഡ് പ്രിപ്പറേഷൻ, മൂന്നാമത് CPC കേസ് സ്റ്റഡി മോഡ്യൂൾ 2A. അപ്പോൾ ഈ സംഭവം ഇത് മൂന്നും നമ്മൾ പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ CPC ആണ് യൂറോപ്പിലെ കോഡ് 95ൻ്റെ തിയറി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. നമുക്ക് ഇമെയിലിൽ നമുക്ക് വരും നമ്മൾ പാസ്സാകുമ്പോൾ, അല്ലെങ്കിൽ പാസ്സായാലും ഫെയിലായാലും നമുക്ക് മെയിൽ കിട്ടും, DVLAയുടെ മെയിൽ കിട്ടും, ഇമെയിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 50-ൽ 40 മാർക്കാണ് വേണ്ടത് പാസ്സാവാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സിൽ 100-ൽ 85 മാർക്ക് വേണം പാസ്സാവാൻ. രണ്ടാമത്തേൽ ഹസാർഡ് പ്രിപ്പറേഷനിൽ 100-ൽ 67 മാർക്ക് വേണം. മൂന്നാമത്തെ തിയറിയിൽ CPC കേസ് സ്റ്റഡിയിൽ നമുക്ക് 50-ൽ 40 മാർക്ക് വേണം. അതും ഇതുപോലെ തന്നെ അതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ ലോഡിങ് ദി വെഹിക്കിൾ സേഫ്റ്റി, കാരേജ് ഓഫ് ഗുഡ്സ്, ഒപ്റ്റിമൈസ് ഫ്യൂവൽ കൺസംഷൻ, സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓഫ് റോഡ് ഹോളേജ് ആൻഡ് ദി ഓർഗനൈസേഷൻ ഓഫ് ദി മാർക്കറ്റ്. അപ്പോൾ ഇതുപോലൊരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഏതിലാണ് നിങ്ങൾക്ക് പോയിന്റുകൾ കുറഞ്ഞതെന്ന് വൺസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത തവണ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് പാസ്സായി എടുക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഈ ഒരു CPC കേസ് സ്റ്റഡി
കോഡ് 95 യൂറോപ്പിലെ. ഇവിടെ CPC കേസ് സ്റ്റഡി എന്ന് പറയും. CPC കാർഡ് ഉണ്ടോ എന്നാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ CPC കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവർ. അതായത് പ്രൊഫഷണൽ ഡ്രൈവർ ക്വാളിഫിക്കേഷൻ കാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആ ആപ്ലിക്കേഷനിൽ പറ്റും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതും കൂടി ഉള്ളത് മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോറിയാണ്. അതായത് ഇതിനകത്തൊരു ഒരുപാട് മോഡ്യൂളുകളുണ്ടാവും. മോഡ്യൂളിൽ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഞാൻ പിന്നെ ജർമ്മനിയിലേക്ക് ഇവിടെ നിന്നും ഇൻ്റർനാഷണൽ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. രാവിലെ 4 മണിക്ക് അവൻ്റെ ഡ്യൂട്ടി തുടങ്ങി. അവന് പിന്നെ ഇത്ര മൈലാണ് ഓടേണ്ടിയിരുന്നത്. അവന് ആദ്യത്തെ 4 മണിക്കൂർ ഓടി, പിന്നെ ബ്രേക്ക് എടുത്തു. അവൻ അന്ന് ഇത്ര മണിക്കൂർ ഓടി. അവൻ അന്നത്തെ ദിവസം എത്ര മണിക്കൂർ ഡെയിലി റെസ്റ്റ് എടുക്കണം. പിന്നെ അവൻ പിന്നെ അല്ലെങ്കിൽ വേറൊരു പിന്നെ മേരി എന്ന് പറയുന്ന ഒരു ലേഡി ഡ്രൈവർ അന്നത്തെ ദിവസം വീക്കെൻഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് അവനൊരു ബിയർ അടിച്ചു. അതിനകത്ത് ഇത്രയായിരുന്നു അതിൻ്റെ ആൽക്കഹോളിക് കണ്ടൻറ്റ്. അപ്പം അതിൽ പിന്നെ അവൻ്റെ വോഡ്കയിലാണോ ബിയറിലാണോ കണ്ടൻറ്റ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞുള്ള എല്ലാം നമ്മുടെ ഇത് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കും. നമ്മുടെ ഹൈവേ കോഡ്, ഇവിടുത്തെ നിയമങ്ങളും പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങളും സംഭവങ്ങളും. ഈ സ്റ്റോറി ഫുള്ളായിട്ട് ഒരു പാരഗ്രാഫ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അത് ഫുള്ള് നമ്മൾ വായിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആൻസർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്കിത് കാണാതെ പഠിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ മൂന്നാമത് CPC കേസ് സ്റ്റഡി തിയറിയിലൊക്കെ നമ്മൾ കടക്കുന്നത് മറ്റത് രണ്ടും പാസ്സായിട്ടാണല്ലോ. അപ്പം നമ്മൾ ഏകദേശം നമുക്കിതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒരു ഐഡിയ മനസ്സിലാവും. പിന്നെ ടാക്കോ കാർഡിനെ കുറിച്ചും ഡ്രൈവിംഗ് റൂൾസിനെ കുറിച്ചും ഒക്കെ ഉള്ള സംഭവങ്ങൾ എത്ര പഠിച്ചാലും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4-5 വർഷം യൂറോപ്പും UK അയർലൻഡൊക്കെ ഓടിയ ആളാണ്. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കത്തും ഇത് വായിക്കുമ്പം. ഇത് ആദ്യമായിട്ട് ഇത് വായിക്കുന്ന ആൾക്ക് കുറച്ച് ഇത് ടൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഒന്നുമില്ല, ഇത് നമ്മൾ കറക്റ്റായിട്ട് ആ കഥ നന്നായിട്ട് വായിക്കുക. ആ കഥയിൽ എന്തൊക്കെയാണ് ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയുക ലൂക്കാസ് എന്ന് പറയുന്ന ആൾ, അവരെന്താണ് ചെയ്തതെന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം നമ്മളെ നിയമങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യുക. അതാണ് ഈ CPC പിന്നെ കേസ് സ്റ്റഡി മോഡ്യൂൾ 2A. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഹസാർഡ് പ്രിപ്പറേഷൻസ് വീഡിയോ, CPC കേസ് സ്റ്റഡി, തിയറി, ഇത് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇത് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി. അതൊന്നുമില്ല, നിങ്ങളുടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് കാർഡ് കിട്ടിയ ശേഷം നിങ്ങൾ നേരെ ഗൂഗിൾ ചെല്ലുക. പിന്നെ ടെസ്റ്റ് ബുക്ക് DVLA HGV തിയറി ടെസ്റ്റ് ബുക്ക് എന്ന് അടിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നേരെ കാണിക്കും ടെസ്റ്റ് ബുക്ക് യുവർ ടെസ്റ്റ് എന്നടിക്കുമ്പോൾ നിങ്ങൾ ലൈസൻസ് നമ്പർ അടിക്കുക, നിങ്ങൾ ചൂസ് ചെയ്യണം, പോസ്റ്റ് കോഡ് അടിക്കുക, നിയർ ബൈ എവിടെയാണ് ഏത് സെൻറ്ററിലൊക്കെയാണ് ഉള്ളതെന്ന് ഡേറ്റ് അവൈലബിലിറ്റിയും കാണിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിങ്ങളുടെ ആദ്യത്തെ ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് എടുക്കുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഡിസ്റ്റൻസിൽ അതേ ദിവസം തന്നെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആകുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് 2 ടെസ്റ്റ് ബുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാൻ 3 ടെസ്റ്റ് ഒരു ദിവസമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പം ഇതിൽ ഒരു ടെസ്റ്റിന് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 23 പൗണ്ടാണ് തിയറി ടെസ്റ്റിന് അടയ്ക്കേണ്ടത്. പിന്നെ ഏതോ ഒരെണ്ണത്തിന് 26 പൗണ്ടാണ്, മറ്റ് 2 23 പൗണ്ടാണെന്നാണ് എൻ്റെ മനസ്സിലൊരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ കയ്യോടെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വണ്ടിയിലിപ്പം കയറിയെങ്കിൽ ഞാനിപ്പോൾ ടെമ്പററി ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിഫ്റ്റ് അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വണ്ടി കയറിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്, ആർക്കെങ്കിലും ഹെൽപ്പ് ആവണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ തിയറി നമ്മൾ ബുക്ക് ചെയ്യുന്നു, ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ബുക്ക് ചെയ്യുമ്പം ഇപ്പോൾ നമ്മൾ HGV ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ പിന്നെ തിയറി ഏതാണെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനെ അടിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് അടിച്ച് പേയ്മെൻറ്റ് 23 അടയ്ക്കുക, ഡേറ്റ് ചൂസ് ചെയ്യുക. അന്നേ ദിവസം നമ്മൾ നേരെ ചെല്ലുക, നമ്മുടെ ലൈസൻസുമായിട്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ അവർ ടൈം ആകുമ്പോൾ വിളിക്കും. നമ്മുടെ ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ലോക്കർ തരും. ലോക്കറിൽ നമ്മളെ തിങ്സ് എല്ലാം വലിയ ലോക്ക് ചെയ്യും. ടെസ്റ്റിൻ്റെ പ്രൊസീജിയറും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ പറഞ്ഞു തരും. നമ്മൾ അകത്ത് കയറുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് അവർ പേപ്പറിൽ ഇതുപോലെ തരും. ഈ പേപ്പർ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ദെൻ നിങ്ങൾക്ക് ഇമെയിൽ വഴി കിട്ടും. ഓക്കെ, വൺസ് നിങ്ങൾ ഇത് 3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത് പോകേണ്ട സെക്ഷനാണ് 3 പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാം എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള പിന്നെ ഈ HGV ട്രെയിനിങ് തരുന്ന സെൻറ്ററുകൾ അവരുടെ അടുത്തൊക്കെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പം താമസിക്കുന്നിടത്ത് ഇപ്പം ഈ ഹ്യൂഗ് എന്നൊക്കെ പറയണ HUG ട്രെയിനിങ്, HGV ട്രെയിനിങ് എന്നൊക്കെ അടിച്ചു നോക്കി കാണാൻ പറ്റും. അതുപോലെ ഒരുപാട്, ഞാനിപ്പോൾ ആരും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് നിങ്ങൾ
ഇനി നിങ്ങൾക്ക് ക്ലാസ് 1 പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് 2 എടുക്കുക. ഓക്കെ, പിന്നീട് നിങ്ങളൊന്ന് കോൺഫിഡൻസ് ഒക്കെ വന്ന ശേഷം ക്ലാസ് 1 അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് രണ്ട് മെനക്കെട്ട പണിയായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ക്ലാസ് 1 എടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ക്ലാസ് 1 എടുത്ത് അതിന് താഴോട്ടുള്ള എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഓടിക്കാം. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സെൻറ്റർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ബർമിംഗമിൽ, ലണ്ടനിൽ, അതുപോലെ പല പല സെൻറ്ററുകളിൽ, വോൾവർഹാംപ്ടണിലൊക്കെ ഒരുപാട് പഞ്ചാബികളുടെ സ്കൂളുണ്ട്, പിന്നെ മലയാളികളുടെ സെൻറ്ററുകളുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷുകാരുടെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇംഗ്ലീഷുകാരുടെ തന്നെ ചൂസ് ചെയ്യാനേ പറയുള്ളൂ. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടപ്പെട്ടതും അതാണ് എൻ്റെ ഒരു ചോയ്സ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത്, മറ്റാരെ മോശപ്പെടുത്തി പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എന്നിട്ട് അവരുടെ അടുത്ത് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു 2500, 3000, 3500, 4000 പല സ്ഥലങ്ങളിൽ പല റേറ്റ് അവർ പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ 500 അടയ്ക്കുക. നിങ്ങൾ ടെസ്റ്റിന് പോകുന്ന ഇപ്പോൾ 6 മാസത്തിനകത്ത് അല്ലെങ്കിൽ 3 മാസത്തിനകത്ത് അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ടെസ്റ്റ് വരുമെന്ന് പറയും. ആ ഡേറ്റ് വരെ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഫുൾ അടയ്ക്കണം എന്ന് പറഞ്ഞ് 2, 3, 4 ഇൻസ്റ്റാൾമെൻ്റായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓൺ ടൈം പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ഓഫർ തരുമോ എന്ന് ചോദിക്കുക. ചിലപ്പോൾ ഒരു 2000, 2500 പൗണ്ടിനൊക്കെ ഓൺ ടൈം പേയ്മെൻറ്റ് കിട്ടും. ഇനി ഞാൻ പോയത് ഡോവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു സെൻറ്ററാണ്. പിന്നെ സെൻറ്ററിൻ്റെ പേര് കെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ ആ സെൻറ്ററിൽ കെൻറ്റ് ട്രെയിനിങ്, സാൻഡ്വിച്ച് കെൻറ്റ് ട്രെയിനിങ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും. അതിനകത്ത് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. ഇംഗ്ലീഷിൽ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആ റിവ്യൂ നല്ല എല്ലാവരും എന്താ പറയുക, നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടിയ റിവ്യൂ ആണ്. എന്താ പറയുക, 100% ജെനുവിനായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ അവിടെ എനിക്ക് 1565 പൗണ്ടിനാണ് ഈ ഫുൾ ലൈസൻസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന നോട്ടിങ്ഹാമിലാണ്. നോട്ടിങ്ഹാമിൽ നിന്ന് ഞാൻ ഇത്രയും മൈൽ, ഒരു 270 മൈലോളം മൈലാണ്, കിലോമീറ്റർ അല്ല, പോയി ഞാൻ അവിടെ റൂം എടുത്ത് താമസിച്ചൊക്കെയാണ് എടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് പ്രിഫർ ചെയ്താണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് ആദ്യം കിട്ടിയാൽ എനിക്ക് ലാഭമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ പോയതും. പിന്നെ എന്താ പറയുക, ഈ ലൈസൻസ് എനിക്ക് അത്രത്തോളം എനിക്ക് ഈ ലൈസൻസ് എനിക്ക് വേണം എന്നുള്ള ഇതിൽ ആ ഒരു അവസ്ഥയിലായതുകൊണ്ടും പോയി. ദൈവം സഹായിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് എൻ്റെ ഒരു ലക്ക് കൊണ്ടും പിന്നെ നമ്മൾ ഇടാനുള്ളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടുമാണ് എനിക്ക് ആ ലൈസൻസ് കിട്ടിയത്. കാര്യം ഈ ടെസ്റ്റ് നമുക്ക് പാസ്സാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ ടെസ്റ്റിന് വരുന്ന എക്സാമിനറുടെ ഒരു മൈൻഡ്, ചില വരുന്ന എക്സാമിനർമാർ നമുക്ക് പ്രഷർ തരും. അതായത് അവർ നമ്മളൊരു ഒരു ജംഗ്ഷൻ ഫേസ് ചെയ്യുന്നു, നമ്മൾ അടുക്കുന്നു, അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കർവ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് അബൌട്ട് എടുക്കുന്നു. അപ്പോൾ അവർക്കൊരു ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ അവർ ഹെസിറ്റേഷൻ, അത് റോഡ് യൂസേഴ്സിന് അവർക്ക് ഉണ്ടാവാണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാണ്ട്, എക്സാമിനർക്ക് വരാണ്ട് അവരുടെ ടൈമിംഗ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് ആദ്യമായിട്ട് വലിയ വണ്ടി ഓടിക്കുന്ന ഒരാൾ ട്രെയിനിങ് എടുത്ത് ടെസ്റ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവർ ചിലപ്പോൾ നമുക്ക് പ്രഷർ തരും. നമ്മൾ കൈ ഇങ്ങനെ കാണിക്കും, പെട്ടെന്ന് എഴുതും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളായിരുന്നാലും എക്സ്പീരിയൻസ് ഇല്ലാതുള്ള ആളായിരുന്നാലും നമുക്ക് പ്രഷർ കയറും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ വരുന്ന എക്സാമിനർ നമുക്ക് നല്ല ഫുൾ ഫ്രീഡം തരുന്ന, ആദ്യമേ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നും തരില്ല, നീ സേഫായിട്ട് ഓടിക്കുക, ഇന്ന പ്രൊസീജിയറുകളാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് തരുന്ന നമുക്കൊരു പ്രഷർ, വരുന്ന ആൾ തരുന്ന പ്രഷർ, എക്സാമിനറുടെ മൈൻഡ്, മൂഡ്, അന്നത്തെ ദിവസത്തെ കാലാവസ്ഥ, പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈം, സ്കൂൾ ടൈമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈം കാര്യങ്ങളൊക്കെയാണ്. ഈ തിരക്ക് കുറഞ്ഞ ടൈമുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ടൈമുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക്, അതായത് വേറെ ഡേഞ്ചർ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ നിങ്ങൾ രക്ഷപ്പെട്ട് ടെസ്റ്റ് പാസ്സാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എല്ലാത്തിലും ഉപരി നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ, ഇതിനകത്ത് നമുക്ക് ഇത്ര മൈനർ മിസ്റ്റേക്ക്, മേജർ മിസ്റ്റേക്ക് ഒരെണ്ണം വന്നാൽ നിങ്ങൾ ഫെയിലാവും. അപ്പം അതൊന്നും വരുത്താതെ നിങ്ങൾ ആ ഒരു 40-45 മിനിറ്റ് ഡ്രൈവ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു 40-45 മിനിറ്റ് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും കൊതിക്കുന്ന, എന്താ പറയുക, യുണൈറ്റഡ് കിങ്ഡം, UK ക്ലാസ് 1 ആ ഒരു ഹെവി ട്രക്ക് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ എത്തുകയാണ്. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആവും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, എന്താ പറയുക, നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് റൂം എടുത്തൊക്കെ നിന്ന് എനിക്ക് എല്ലാ ടെസ്റ്റും ആദ്യം കിട്ടിയതുകൊണ്ട് എനിക്ക് ലക്കായിട്ട് തിരിച്ചിവിടെ എത്താൻ പറ്റി. ഒരുപക്ഷെ ഞാൻ ആ സെൻറ്റർ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ UK ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് പോയി അവിടെ ചെന്ന്, മനുഷ്യൻ്റെ കാര്യമാണൊന്നും പറയാൻ പറ്റില്ല. മേ ബി നിങ്ങൾ പാസ്സാവാം, മേ ബി പാസ്സാവാതിരിക്കാം. പാസ്സാവാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ വരുന്ന ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് എന്നെ തെറി പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു എക്സാമിനേഴ്സ് ജെനുവിനാണ്, ഇൻസ്ട്രക്ടേഴ്സ് ജെനുവിനാണ്, നല്ല ടെസ്റ്റ് റൂട്ടാണ്, വലിയ കുഴപ്പമില്ല, വലിയ ബസ് ലൈനുകളും കാര്യങ്ങളൊന്നുമില്ല. കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ബസ് റൂട്ടുകളൊന്നുമില്ല, ഒരുപാട് റൂട്ടുകളൊന്നുമില്ല. നമുക്ക് പോകുന്ന ഒരൊറ്റ മെയിൻ റൂട്ടായിരിക്കും. ആ മെയിൻ റൂട്ടിൽ നിന്നായിരിക്കും തിരിച്ച് വരുന്നതും. പക്ഷേ അവിടുന്ന് നമ്മൾ മാറിയും തിരിഞ്ഞും പോകുന്ന കുറേ റൂട്ടുകളുണ്ടാവും. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ജെനുവിനാണ്. നമ്മുടെ പറ്റിക്കണം, അല്ലെങ്കിൽ നമ്മളെ ആദ്യത്തെ ടെസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഇവരും അല്ലെങ്കിൽ വരുന്ന ആൾക്കാരും അങ്ങനെയൊന്നുമുള്ള ഒരു സ്ഥലമുള്ള നല്ല സ്ഥലമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയും 3, 4, 5 ടെസ്റ്റുമൊക്കെ ഫെയിലായിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഈ പറഞ്ഞ ഒരു ഫാക്ടേഴ്സൊക്കെയാണ് നമ്മൾ പാസ്സാകുന്നതിനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക. അവിടെ പോയി നിങ്ങൾ ടെസ്റ്റ് കൊടുക്കുക. ഇനി അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് UK ക്ലാസ് 1 ട്രക്ക് ലൈസൻസ് എടുക്കുന്നതിൻ്റെ തിയറി സ്റ്റെപ്പുകൾ 3 മൾട്ടിപ്പിൾ ചോയ്സ്, ഹസാർഡ് പ്രിപ്പറേഷൻ വീഡിയോസ്, CPC കേസ് സ്റ്റഡി, തിയറി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കഴിഞ്ഞു. CPC കേസ് സ്റ്റഡി 2A അത് നിങ്ങൾ ഓക്കെ. അപ്പോൾ നിങ്ങൾ നമ്മൾ തിയറി സെക്ഷൻ 3 സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 പ്രാക്ടിക്കൽ ടെസ്റ്റുകളാണ്. അതിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാം ഈ 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത് നമ്മുടെ ഈ കോഡ് 95 നമ്മൾ ആയിട്ട്, അതായത് യൂറോപ്പിൽ കോഡ് 95 എന്ന് പറയുന്ന, UK CPC പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുന്ന, അതായത് പ്രൊഫഷണൽ ഡ്രൈവർ കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ടെസ്റ്റുകളാണ്. 2 പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ വരുന്നത് അതാണ്. അതായത് ഒന്ന് പിന്നെ മോഡ്യൂൾ 3A എന്ന് പറയും. മോഡ്യൂൾ 3A, ഇതാണ് മോഡ്യൂൾ 3A എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഇത് നമ്മൾ പിന്നെ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാസ്സാകുമ്പോൾ അപ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് എഴുതി തരും. അപ്പോൾ ഇതെന്താണ് ഈ മോഡ്യൂൾ 3A പ്രാക്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വണ്ടി H മോഡലിൽ റിവേഴ്സ് എടുത്തിടണം. അതിൻ്റെ ട്രെയിനിങ് അവർ തരും, കറക്റ്റായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടില്ല. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ സാധനം ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാണ്. എല്ലാവരും ആദ്യമേ പുലികളാവില്ല. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് അവർ തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഒരു 3-4 മണിക്കൂറിൽ ചിലപ്പോൾ 2 ഡ്രൈവർമാരുണ്ടാവും, മാറിയും തിരിഞ്ഞുമായിരിക്കും ക്ലാസ്. ആദ്യം അവർ ഒരു തവണ പറഞ്ഞു തരും, എന്നിട്ട് അവർ നമ്മളെ കൂടെ നിന്ന് സ്റ്റിയറിംഗ് റൈറ്റ് പിടിക്കുക, ലെഫ്റ്റ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരാനായിട്ട് ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് ഈ മോഡ്യൂൾ 3A പ്രാക്ടിക്കൽ മോഡ്യൂൾ 3Aയിൽ വരുന്ന ടെസ്റ്റാണ്. ഒന്ന് റിവേഴ്സിങ്, H മോഡലിൽ നമ്മൾ റിവേഴ്സിങ് ഇട്ട് കാണിക്കണം. അത് കറക്റ്റായിട്ട് അവർ പറയും പോലെ നിങ്ങൾ ചെയ്താൽ മതി. അതിൽ 2 വരുന്നത് ട്രെയിലർ കപ്ലിങ്, അൺകപ്ലിങ്. ഓക്കെ, കണക്റ്റിങ്ങും ഡിസ്കണക്റ്റിങ്ങും. ട്രെയിലർ നമ്മൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഡിസ്കണക്ട് ചെയ്യുന്നു, അതിൻ്റെ പ്രൊസീജിയറുകൾ. അപ്പോൾ അത് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ വണ്ടി കിട്ടിയ ശേഷം നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞു തരാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോകും, മനസ്സിലാവില്ല. അപ്പോൾ അത് 2ഉം കറക്റ്റായിട്ട് അതേ പ്രൊസീജിയറിൽ, ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് എനിക്ക് ട്രെയിനിങ് തന്ന അവർ ഫോളോ ചെയ്യുന്നത്. നമ്മളിത് യൂറോപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ്, പക്ഷേ അത് ബ്ലാക്ക് എന്ന് പറയും. നമ്മൾ ട്രെയിലർ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഇടുക, ട്രെയിലർ ബ്രേക്ക് ഇടുക, ബ്രേക്ക്. പിന്നെ L എന്ന് പറയുമ്പോൾ ലെഗ്, ട്രെയിലറിൻ്റെ നമ്മൾ ലെഗ് പിന്നെ ഓണാക്കുക, ലെഗ് ഇറക്കി വയ്ക്കുക. പിന്നെ A എന്ന് പറയുമ്പോൾ നമ്മൾ എയർ കണക്ഷൻസ് റിമൂവ് ചെയ്യുക, പിന്നെ കേബിൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം കീ എന്ന് പറയുമ്പോഴത്തേക്ക് കിങ് പിന്നിനടുത്തുള്ളൊരു ക്ലിപ്പ്, ആ ക്ലിപ്പ് റിലീസ് ചെയ്യുക. പിന്നെ K എന്ന് പറയുമ്പോൾ കിങ് പിൻ നമ്മൾ കറക്റ്റായിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഈ ട്രക്കുകളെന്ന് പറയുമ്പോഴത്തേക്ക് EU ട്രക്കുകളും പിന്നെ UK ട്രക്കുകളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റിയറിങ് അപ്പുറവും ഇപ്പുറമാണ്, അറിയാമല്ലോ, ലെഫ്റ്റ് റൈറ്റ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡ്രൈവ് ആക്സിലും സ്റ്റിയറിംഗ് ആക്സിലും, അപ്പോൾ മൊത്തത്തിൽ 3 ആക്സിൽ വരുന്ന യൂണിറ്റുകളാണ് ഇവിടെ അധികവും ഉള്ളത്. അത് യൂറോപ്പിലെ പോലെ 2 ആക്സിലുകൾ വരുന്ന പിന്നെ യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം കേബിളുകൾ കണക്ട് ചെയ്യുന്ന ടൈപ്പ് രീതി മുതൽ നമ്മൾ കിങ് പിൻ ലോക്ക് ചെയ്യുന്ന പിന്നെ നമ്മുടെ 5th വീലിൽ കിങ് പിൻ ലോക്ക് ചെയ്യുന്ന രീതികൾ വരെ ഇവിടെ വ്യത്യാസമാണ്. അവിടെ ഞാൻ എല്ലാ ടൈപ്പ് വണ്ടിയും ഞാൻ അവിടെ ഓടിയിട്ടുള്ളതാണ് യൂറോപ്പിൽ. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് വ്യത്യാസമാണ്. ഓക്കെ, എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ CPC മോഡ്യൂൾ 3A എന്ന് പറയുന്ന പിന്നെ ഈ ഒരു ലാർജ് വെഹിക്കിൾ ഓഫ് റോഡ് മാനുവർ ടെസ്റ്റ് പാസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ലാർജ് വെഹിക്കിൾ ഓഫ് റോഡ് മാനുവർ ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്, അതായത് മോഡ്യൂൾ 3A.
അപ്പോൾ അത് നമ്മളെ കോഡ് 95 അല്ലെങ്കിൽ ഈ CPC കാർഡിൻ്റെ ഇതിൽ വരുന്ന ഒരു ടെസ്റ്റാണ്. പ്രാക്ടിക്കലിൽ ആദ്യത്തെ എക്സാം റിവേഴ്സിങ് എച്ച് മോഡൽ ഇടുക, കപ്ലിങ് അൺകപ്ലിങ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം കഴിയും, പാസ്സായി കിട്ടും. അത് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾ പാസ്സായ, അതായത് ആദ്യത്തെ ദിവസം റിവേഴ്സിങ് ട്രെയിനിങ് ഇതിൻ്റെ കണക്റ്റിംഗ് ഡിസ്കണക്റ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രൊസീജിയറും പറഞ്ഞു തന്നാൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് അവർ പോയിട്ട് എക്സാമിനറെ വിളിച്ചുകൊണ്ട് വരും. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനർ പോയി വിളിച്ചുകൊണ്ട് വരും. അവിടെ വെച്ച് അത് നടത്തും. നമുക്കൊരു 45 മിനിറ്റാണ് അവർ തരുന്നത്. 45 മിനിറ്റ് എടുത്ത് സാവകാശം ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, അത് പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു കടമ്പ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് രണ്ടാമത്തെ പ്രാക്ടിക്കൽ എക്സാം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് മോഡ്യൂൾ 4 എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് CPC മോഡ്യൂൾ 4A എന്ന് പറയും. അപ്പോൾ അതും ഈ CPC കാറ്റഗറിയിലുള്ളതാണ്. CPCയിൽ മൊത്തം നമുക്ക് 3 ടെസ്റ്റാണ് വരുന്നത്. ഒന്ന് ആദ്യത്തെ തിയറി, രണ്ട് പ്രാക്ടിക്കൽ, രണ്ടാമത്തെ പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതതിൻ്റെ ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഷോ മീ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തിയറി പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ വണ്ടിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ എക്സാമിനർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം തന്നെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് പേപ്പറുകൾ അവർ തരും. നമ്മൾ വായിച്ച് പഠിക്കണം. നമ്മൾ മുമ്പ് പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്, അത് വായിച്ച് പഠിക്കണം. നമ്മളത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ട സമയത്ത് ഓഫ് ചെയ്തും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ്, അതൊന്നും പാടുള്ള കേസല്ല. ഇതൊക്കെ പിന്നെ ഈ പറഞ്ഞ റിവേഴ്സിങ് CPC മോഡ്യൂള് പിന്നെ 3A റിവേഴ്സിങ്, കണക്റ്റിങ്, ഡിസ്കണക്റ്റിങ്, ഈ പറഞ്ഞ ഷോ മീ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനേഴ്സ് നല്ല അടിപൊളിയായിട്ട് ട്രെയിനിങ് തരും. പിന്നെ അത് വലിയൊരു ഹാർഡായിട്ടുള്ള സംഭവം അല്ല. ഇത് വരുന്ന എക്സാമിനർമാരും ചില ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിരിക്കും. നമുക്ക് നല്ലൊരു സാവകാശവും സമയവും അവർ തരും നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ കറക്റ്റായിട്ട് വലിയ തെറ്റുകളൊന്നും വരുത്താതെ നമ്മൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഫൈനൽ വരുന്നതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ്, അഥവാ റോഡ് ടെസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ റോഡ് ടെസ്റ്റ് പാസ്സാകുമ്പോൾ ഈ ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത്. പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സെന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളും കൺവീനിയൻറ്റും ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെയും ടെസ്റ്റിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള വീഡിയോ പിന്നീട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ കണക്ക് കറക്റ്റായിട്ട് നമ്മൾ ജെനുവിനായിട്ട് 100% നമ്മൾ ആത്മാർത്ഥമായിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഭാഗ്യവും ഞാൻ പറഞ്ഞില്ല അന്നത്തെ ദിവസത്തെ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഫാക്ടേഴ്സ് എല്ലാമാണ് നമ്മൾ ടെസ്റ്റ് പാസ്സാവാൻ നമുക്ക് ഭയങ്കര പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ UK ട്രക്കിൻ്റെ ലൈസൻസ് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പും പ്രൊസീജിയറുകളും എല്ലാം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാർട്ട് 1-നകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ UK ലൈസൻസ് എടുക്കുന്നതിന് എത്ര തിയറി ടെസ്റ്റാണ്, എത്ര പ്രാക്ടിക്കൽ ടെസ്റ്റാണ് എന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. മൊത്തം 6 ടെസ്റ്റുകളാണ്. 3 തിയറി ടെസ്റ്റ്, 3 പ്രാക്ടിക്കൽ ടെസ്റ്റ്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഫൈനൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നതാണ് റോഡ് ടെസ്റ്റ്. റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാറിൻ്റെ റോഡ് ടെസ്റ്റ് പോലെ അത്ര ഹാർഡല്ല എന്ന് വേണം പറയാൻ. അതായത് നമുക്ക് ഒരു 45 മിനിറ്റാണ് ടെസ്റ്റ്. ആദ്യത്തെ 20 മിനിറ്റ് നമുക്കൊരു ഡയറക്ഷൻ പറഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ പിന്നെ ഞാൻ പോയ സ്ഥലം ഡോവറാണ്. ഡോവറിൽ നിന്ന് റാംസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ട് പൊക്കോളം പറയും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് മിറേഴ്സ് കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രെയിനിങ് തരുന്ന പോലെ നിങ്ങൾ വണ്ടി ഓടിക്കുക. കർവിലൊന്നും കയറാതിരിക്കുക. പിന്നെ എന്താ പറയുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുത്താതിരിക്കുക, ഹെസിറ്റേഷൻ ഉണ്ടാക്കാതിരിക്കുക. കറക്റ്റ് സ്പീഡ് ലിമിറ്റൊക്കെ ഫോളോ ചെയ്യുക. സ്പീഡ് ലിമിറ്റ് ഒരുപാട് കുറയാനും പാടില്ല. ഇപ്പോൾ 50-ൻ്റെ റോഡാണെന്നുണ്ടെങ്കിൽ 45-നും 50-നും അകത്ത് പോവുക. 30-ൻ്റെ റോഡാണെന്നുണ്ടെങ്കിൽ 25-നും 30-നും അകത്ത് പോവുക. പിന്നെ നിങ്ങളൊരു 3, 4, 5 തവണ പുൾ ഓവർ ചെയ്യിപ്പിക്കും. പിന്നെ അതവർ പറയും, സേഫായിട്ടുള്ളൊരു സ്ഥലം എത്തുമ്പോൾ റോഡ് നമ്മൾ കാറിൻ്റെ പോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും. അവിടെ നമ്മൾ പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയൊക്കെ പാർക്ക് ചെയ്തുകൂടാ, പാർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ല യൂട്യൂബേഴ്സ്, അതായത് ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ വീഡിയോകളുണ്ട്, ഹെവി ഇൻസ്ട്രക്ടർമാരുടെ. അതിൽ വേണമെങ്കിൽ ഞാൻ 1-2 റെക്കമെൻഡ് ചെയ്യാം. ഞാനതൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ്. ഒരുപാട് കണ്ടാൽ നമുക്ക് വട്ടായി പോകും. അപ്പോൾ ഒരുപാട് വേണ്ട. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ 2 സെറ്റ്, ഒന്ന് ഡയറക്ഷൻ പറഞ്ഞു തരും, നമ്മൾ വണ്ടി ഓടിക്കുക നേരെ. രണ്ടാമത്തെ 20 പിന്നെ വരുന്ന അടുത്തൊരു 20 മിനിറ്റ് എന്ന് പറയുന്നത്
അവർ നമ്മളെ അടുത്ത് പറയും ഇപ്പം മുതൽ ഞാൻ പറയുന്ന റൂട്ട് നീ ഫോളോ ചെയ്യുക, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വണ്ടി ഓടിക്കുക, ഡ്രൈവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയും. അവർ നിങ്ങൾക്ക് വേണ്ട ടൈം തരും. നല്ല ഒരു എക്സാമിനർ ആണെങ്കിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട ടൈം ഏർലിയർ അവർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. ഓക്കെ, അടുത്ത വരുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോവുക, റൈറ്റ് പോവുക, പിന്നെ അവർ നേരത്തെ കൂട്ടി നിങ്ങളുടെ അടുത്ത് പറയും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വലിയ വണ്ടിയാണ്, ക്ലാസ് 1 ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ 2 ട്രാക്കിൽ നിന്ന് തിരിയേണ്ടി വരും. ഓക്കെ, പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ലോ ചെയ്ത് നിർത്തി കൊടുത്ത് ഓൺ കമ്മിങ് വണ്ടികളെ കയറ്റി വിട്ടിട്ട് ശേഷമേ ഫ്രണ്ടിലേക്ക് കയറി കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ട്രെയിലർ കർവിൽ കട്ട് ചെയ്യും. ഏതെങ്കിലും കർവിൽ കയറിയാൽ നിങ്ങൾ ഫെയിലാണ്. വൺസ് കർവിൽ കയറി കഴിഞ്ഞാൽ അത് മേജർ മിസ്റ്റേക്കാണ്. പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചവിട്ടി വയ്ക്കുക, എടുക്കുക. ഓക്കെ, പിന്നെ 2 ട്രാക്കിൽ നിന്ന് തിരിയണമെന്ന് പറയാൻ കാര്യം, നിങ്ങളിപ്പോൾ ലെഫ്റ്റ് ട്രാക്കിൽ വണ്ടി കഷ്ടിച്ച് നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് ട്രാക്കിൽ കൂടെ വണ്ടികൾ വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മുമ്പോട്ട് കയറി കട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് എന്ന് വെച്ചാൽ എല്ലാ ട്രാക്കിലും 2 ട്രാക്ക് അലോ അല്ല. അത് നിങ്ങൾ ട്രെയിനിങ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഫോക്കസ് ചെയ്യുക. എന്താ പറയുക, വരുന്ന ആൾക്കാരെ, റോഡ് എല്ലാം ഒബ്സർവ് ചെയ്യുക, ടൈം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. എനിക്ക് എല്ലാ എക്സാമും ദൈവം സഹായിച്ച് ആദ്യം തന്നെ കിട്ടിയതാണ്. അതൊരു ക്രെഡിറ്റായിട്ട് പറയണതല്ല, ദൈവാനുഗ്രഹം കൊണ്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂറോപ്പിൽ ഇത്രയും നാൾ നമ്മൾ യൂറോപ്പിലും ഇവിടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ലൈസൻസിൽ കോഡ് 70 ഉള്ളത് കൊണ്ടാണ് എനിക്ക് ലൈസൻസ് മാറാൻ കഴിയാത്തത്. അതെന്താണ് ഈ കോഡ് 70 എന്നും എല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ UK പിന്നെ ട്രെയിലർ ലൈസൻസ് എടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഉള്ള പ്രൊസീജിയറുകൾ ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ UK ലൈസൻസ് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പല ഈ പറഞ്ഞ കണക്ക് പല റൂമറുകളും കാര്യങ്ങളും, അവർക്ക് പല ഡൗട്ടുകളും ഉണ്ടാവും. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ഏകദേശം 40 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട്. പക്ഷേ ഞാൻ കരുതുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ടും ചില കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ലോങ് ആയിപ്പോവും. നിങ്ങൾ ക്ഷമിക്കുക, ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ ഈ ഓരോ സെക്ഷനുകളും പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഇടാം. അതായത് ഇപ്പം തിയറി പഠിക്കാനുള്ള എളുപ്പ വഴികൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ട്രെയിലർ ഡിസ്കണക്റ്റിങ്ങിൻ്റെ എളുപ്പ വഴികൾ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു സെക്ഷനായിട്ട് പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന സമയത്തുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സമയം പോലെ വണ്ടി കയ്യിൽ കിട്ടിയ ശേഷം, പെർമനൻ്റായിട്ട് കിട്ടിയ ശേഷം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഏജൻസി ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട അന്നത്തെ ദിവസത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അവിടെ നമുക്ക് പിന്നെ മിക്ക സ്ഥലങ്ങളിലും UK ക്യാമറ അലൗഡ് അല്ല. വണ്ടിക്കുള്ളിൽ വെച്ച് ചില വണ്ടികളിൽ വണ്ടിക്കുള്ളിലും ക്യാമറ ഉണ്ടാവും. അല്ലാതെ തന്നെ കമ്പനികളുടെ ഭാഗത്തായിരുന്നാലും എല്ലാം ക്യാമറ അലൗഡ് അല്ല. ഒരു കാരണവശാലും ഇപ്പം യൂറോപ്പിലായിരുന്നാലും UK എവിടെയും നമ്മൾ വണ്ടി ഫോൺ കയ്യിൽ വെച്ച് പിടിച്ച് ഡ്രൈവ് ചെയ്തുകൂടാ. ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഫോൺ യൂസ് ചെയ്യണത് പോലീസ് കാണുകയോ അല്ലാതെ ക്യാമറയിൽ അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് പോവും. ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന നമ്മുടെ ലൈസൻസ് നിമിഷ നേരം കൊണ്ട് കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇനി പണ്ടത്തെ പോലെ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക, ഫോണൊന്നും കയ്യിൽ വെച്ച് യൂസ് ചെയ്യാതെ മറ്റ് സ്റ്റാൻഡുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ ആയിട്ട് എടുത്ത് പരമാവധി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫാമിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തെടുക്കുക. യൂറോപ്പിലുള്ളവർക്കും അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കും ഈ വീഡിയോ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അവർ ക്ഷമിക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് UK വേണ്ടിയിട്ടാണ്. UK ഹെവി ലൈസൻസ് എടുക്കാൻ, ട്രക്ക് ലൈസൻസ്, ഇനി ബസ്സിൻ്റെ ലൈസൻസ് ആയിരുന്നാലും ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ.